ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദി പാകിസ്ഥാനിനെ ഗിടുഗിടാന്ന് വിറപ്പിക്കുകയാണ്. ആ ഒരു മാസ് കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. ഞാനിടുന്ന കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഈ വിഷയം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയും ഞാൻ വിമർശിച്ചെന്ന് വരാം. ചിലപ്പോൾ ഷാഫി പറമ്പിൽ കാണിക്കുന്ന നല്ലതും പറയും, ഷാഫി പറമ്പിൽ കാണിക്കുന്ന ചീത്തയും പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, UDF, LDF, BJP ഇങ്ങനെയൊന്നും നോക്കാതെ ഇവർ ആര് എന്ത് തെറ്റ് ചെയ്താലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതാണ് എന്റെ വിഷയം. ഇങ്ങനെ പറയാൻ കാരണം ചില വീഡിയോയിൽ കണ്ട കമന്റ് ആണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നോക്കുക, കാശ്മീരിൽ നമ്മുടെ സഹോദര സഹോദരിമാരെ മതം ചോദിച്ച് നീ മുസ്ലിമാണോ അല്ല ഹിന്ദു ആണ് എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗമാണ് ഭീകരവാദികളായ പാകിസ്ഥാനികൾ ചെയ്തൊരു രംഗമാണ്. ആദ്യം ഒരു കാര്യം പറയുകയാണ്. പാകിസ്ഥാനിന്റെ വലിയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർ മതം പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാകണം. പാകിസ്ഥാനിന് മുമ്പ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് വെടിവെച്ച് കൊന്നാൽ അവിടെ കലാപം നടക്കും. അതായത് നരേന്ദ്രമോദി മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ നീങ്ങും, മുസ്ലിമീങ്ങളെ ഒന്നൊന്നായി കൊലപ്പെടുത്തും. ഇങ്ങനെയാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. അതായത് ഞങ്ങൾ അവിടെ നിങ്ങൾ ഹിന്ദു ആണോ എന്ന് പറഞ്ഞ് ഒരാളെ വെടിവെച്ച് കൊന്നാൽ ഇന്ത്യയിൽ വലിയൊരു കലാപം സൃഷ്ടിക്കാം, അതിലൂടെ ഇന്ത്യക്ക് നല്ല നഷ്ടങ്ങൾ സംഭവിക്കും എന്ന ഒരു ചിന്തയോട് മാത്രമാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇത്തരത്തിൽ വലിയ ശിക്ഷ നടപ്പാക്കിയത്. അതിനുള്ള നരേന്ദ്രമോദിയുടെ മാസ് മറുപടി ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, 22 अप्रैल को जम्मू कश्मीर के पहलगाम में आतंकियों ने मासूम देशवासियों को जिस बेरहमी से मारा है उससे पूरा देश व्यथित है। कोटि कोटि देशवासी दुखी है। सभी पीड़ित परिवारों के इस दुख में पूरा देश उनके साथ खड़ा है। करगिल से कन्याकुमारी तक हमारा दुख एक जैसा है, हमारा आक्रोश एक जैसा है। ये हमला सिर्फ निहत से पर्यटकों पर नहीं हुआ है, देश के दुश्मनों ने भारत की आत्मा पर हमला करने का दुस्साहस किया। मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी നോക്കുക, മാസ് എന്നല്ല ഡബിൾ മാസ് എന്ന് നമുക്ക് പറയാം. മോദിയുടെ ഈ ഒരു പ്രസംഗത്തെ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു ചെറിയ കാര്യം പറയുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ഒരു ടീംസ് ഉണ്ട്. അവർക്കെതിരെ ശക്തമായ ഒരു മറുപടി ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം കൊടുക്കുകയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നരേന്ദ്രമോദി പറയുകയാണ്, നിങ്ങളെ ഞങ്ങൾ, അതായത് രാജ്യം മൊത്തത്തിൽ ഞങ്ങൾ പോരാടും. ഉദാഹരണം പറയുകയാണ്. നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ വർഗീയതയുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ത് പറയുമായിരുന്നു? ഞങ്ങൾ നിങ്ങളെ പോരാടും, അങ്ങനെ പറയുമായിരുന്നു. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ പോരാടും. അങ്ങനെയായിട്ടുണ്ടാവും നരേന്ദ്രമോദിയുടെ പ്രസംഗം. നോക്കുക, മോദിജി പറയുകയാണ്, ഞങ്ങൾ മൊത്തത്തിൽ, ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞങ്ങളെല്ലാവരും ഒരു ചോരയാണ്. ഞങ്ങളുടെ ഒരു സഹോദര സഹോദരിമാർക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഞങ്ങളെല്ലാവരും ഒന്നായി പോരാടുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, ഗുഡ്, നിങ്ങളെ പറ്റി ഞാൻ ഇതുവരെയും വിചാരിച്ചത് വേറെയായിരുന്നു മോദി സാർ. ഇന്ന് മുതൽ നിങ്ങളാണ് ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ സഹോദര സഹോദരിമാരെ മതം നോക്കി കൊന്നവരുണ്ടല്ലോ, അവരെ തൂക്കിക്കൊല്ലണമെന്നും ഞാൻ പറയില്ല. അവരെ ഇഞ്ചിഞ്ചായി കഷ്ണങ്ങളാക്കി, ചെറിയൊരു എക്സാമ്പിൾ പറയാം. അവരെന്ത് ചെയ്യണം? കൊണ്ടുവരണം സമൂഹത്തിന് മുമ്പിൽ ലൈവായിട്ട് അവരിങ്ങനെ തൂക്കി വെക്കണം. അതിനുശേഷം കത്തിയിൽ ഒരു കഷ്ണം കൊടുക്കണം. ആ ഒരു പീസ് നമ്മൾ ഒരു കുത്തുമല്ലോ, അതിനുശേഷം ഉപ്പുണ്ടല്ലോ, ഉപ്പ് വെച്ചിട്ട് കഷ്ണങ്ങളാക്കി ഇഞ്ചിഞ്ചാക്കി ഒരു 30 ദിവസം കൊണ്ട് ഇല്ലാതാക്കണം. ഒറ്റ ഷൂട്ടിനൊന്നും ഇല്ലാതാക്കണം അങ്ങനെ ഞാൻ പറയില്ല. ഒറ്റ ഷൂട്ടിന് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റൂല. കഷ്ണങ്ങളാക്കി ഇല്ലാതാക്കണം. കാരണം നമ്മുടെ സഹോദര സഹോദരിമാരെയാണ് ഈ നായിന്റെ, ഞാൻ വേറെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയുകയാണ്, പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നത്. അവരെ ഇല്ലാതാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. ഇതിനെ കേരളത്തിൽ ഒരു ചെറിയ ശതമാനം, ഒരു 2% ആൾക്കാരുണ്ട്, മതം തലക്ക് പിടിച്ച നായ്ക്കൾ. അവർ പാകിസ്ഥാനെ പൊക്കുകയാണ്.
പറയുകയാണ് ഇത്തരത്തിൽ നെഗറ്റീവായി കമന്റ് ഇടുകയാണ്, അതായത് കൊന്നത് നന്നായി എന്നൊക്കെ പറയുന്ന കമന്റ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇസ്ലാം മതപ്രകാരം, അതായത് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ചില ആൾക്കാർക്കും അതിന് ഒരു ചെറിയ കാര്യം പറയുകയാണ്. ഇസ്ലാം മതപ്രകാരം ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് വലിയൊരു തെറ്റായ കാര്യമാണ്. അപ്പോ മതം തലക്ക് പിടിച്ച ചില നായ്ക്കൾ കമന്റ് ഇടുകയാണ്, കൊന്നത് നന്നായി ഹിന്ദുക്കളെയല്ലേ. അവരോട് പറയാനുള്ളത്, എടാ നിനക്കും ഒരു നാൾ പോകാനുണ്ട്. ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ഫിക്സ്ഡ് ആയിട്ടല്ല മോനെ ഉള്ളത്. അതായത് നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മരണമുണ്ട്, അതൊന്ന് ഓർത്തോളം ഇങ്ങനെ കമന്റ് ഇടുമ്പോ. അപ്പോ നമ്മുടെ നരേന്ദ്രമോദിയുടെ മാസ് നീക്കത്തെ പറ്റി ഒരു വാർത്ത കൂടി ഞാൻ വെച്ച് തരാം, അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു മാസ് നീക്കം ഒന്ന് കേട്ട് നോക്കാം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറും ഇന്ത്യ റദ്ദാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കശ്മീരിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇക്കാര്യത്തിൽ അവസാന റിപ്പോർട്ട് നൽകേണ്ടത്. ഇന്ത്യ ശക്തമായുള്ള തിരിച്ചടി നടത്തും എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രണ്ട് വഴികളാണ് ഇന്ത്യക്ക് മുമ്പാകെ പ്രധാനമായും ഇപ്പോഴുള്ളത്. ഒന്ന്, രഹസ്യാന്വേഷണം ശക്തമാക്കി എവിടെയൊക്കെയാണ് ഭീകര താവളങ്ങൾ ഉള്ളത് എന്ന് കണ്ടെത്തുക, അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. ഭീകര താവളങ്ങൾ കശ്മീരിനകത്ത് കണ്ടെത്തിയതിനു ശേഷം ഈ താവളങ്ങൾ തകർക്കുന്നതിനുള്ള വലിയ സൈനിക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇന്ന് നടന്ന ഏറ്റുമുട്ടലും ഒരു രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ദിപ്പോരയിൽ നടന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ അതിർത്തിയിലും അതുപോലെ നിയന്ത്രണ രേഖയിലും ഒക്കെ ഇന്ത്യ കൂടുതൽ സേനയെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഈ മേഖലയിലൊക്കെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് റഡാറുകളിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ജാഗ്രത കൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ജാഗ്രത കൂട്ടുന്നു. നിയന്ത്രണ രേഖയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും എതിരെയുള്ള വെടിനിർത്തൽ കരാറാണ്. ഇത് 2021 ഈ വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത്. ഈ വെടിനിർത്തൽ കരാർ പാലിക്കണം, പാകിസ്ഥാൻ പാലിക്കണം എന്ന നിലപാട് പലപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഇത് ലംഘിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. നോക്കുക, ഒരൊറ്റ കാര്യം പറയുകയാണ്, നമ്മുടെ സഹോദര സഹോദരിമാരെ മതം ചോദിച്ച് കൊന്ന ഈ നായ്ക്കൾക്കെതിരെ നമ്മൾ യുദ്ധത്തിന് നീങ്ങണം. ആ യുദ്ധമുഖേന ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഭീകരവാദികളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഭീകരവാദികൾക്കുള്ള 8ന്റെ മറുപടി നമ്മൾ കൊടുക്കണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയൊരിക്കലും ഈ ഭീകരവാദികൾ ചിന്തിക്കാൻ പാടില്ല, മതം നോക്കി കൊല്ലാൻ പാടില്ല. മതം നോക്കി ഒരു വർഗീയത ഉണ്ടല്ലോ യുമ്മാരുടെ ഒരു ചിന്ത, അതിനൊരിക്കലും ഒരു വർഗീയവാദിയുടെ മനസ്സിലും വരാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. എന്തിനാണ് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, LDF, UDF, BJP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലടിച്ച് ചാവുന്നു എന്ന് ഞാൻ പറയുകയാണ്. നമ്മളെല്ലാവരും ഒരു മനുഷ്യരല്ലേ, ഒരു ചോരയല്ലേ. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ നമ്മളെല്ലാവരും ഒന്നായി പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും മതം വർഗീയതയുടെ വിഷം തുപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.